ഈ അനിൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടിരുന്ന നെഗറ്റീവ് കമന്റ് മാത്രം അവൻ നിൽക്കുക. അണിലേട്ടൻ അവനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ അനിലേട്ടൻ അത്ര പാവൊന്നുമല്ല. പക്ഷെ നമ്മളുണ്ടല്ലോ ഒരു ഭാര്യയും ഭർത്താവിന്റെ സന്തോഷ ജീവിതത്തിന് ഒന്ന് പതുങ്ങി നിൽക്കുന്നത് ആ ലൈഫ് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാൻ. അല്ലാണ്ട് എന്റെ ചക്ര മോളല്ലടി ഇപ്പൊ കുടിച്ച് കൂത്താടി വന്ന് രണ്ടടിയൊക്കെ തന്നു കഴിഞ്ഞാൽ ആ ലൈഫാണ് ഒരു ആണത്വം. കിടക്കാൻ വരുമ്പോൾ ഒരു സ്നേഹം അല്ലാത്ത പിന്നെ കടിച്ചു കീറാൻ വരുമല്ലോ. നേരത്തുമ്പ് പിടിക്കുക, ബാക്കിയുള്ള നേരത്തെ രണ്ടെണ്ണം തരാം. അപ്പൊ അതാരും കാണുന്നില്ല. അതാണ് ആണത്താണത്ത്. അതൊക്കെ പറ്റുമെന്ന് അവൻ എന്നെ തെളിയിച്ചതാണ്. എങ്ങനെ ഏട്ടൻ ഒരു കാര്യം പറഞ്ഞെ, ആണത്താന്ന് നീ തെളിയിക്കാൻ ഇങ്ങനെ സമയമില്ല, വയ്യ. അതുകൊണ്ട് എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ്. ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? ആണത്താന്ന് നീ തെളിയിക്കാൻ ഇങ്ങനെ സമയമില്ല, വയ്യ. അതുകൊണ്ട് സാറിന് പഴയതുപോലെ അത്ര പുള്ളിങ്ങില്ല. ഒരു ഫോൺ അടിക്കാനെങ്കിലും പറ്റുമോ വൈദ്യര്? മനസ്സിലായ ആണത്തത്തിന്റെ പ്രതീകമാണ് 4 എന്റെ വീട്ടിലുള്ളത്. എന്നാ പിന്നെ നിങ്ങൾക്ക് കുടിൽ വ്യവസായത്തിന്റെ ലോണും കൂടി അപേക്ഷിക്കാൻ വയ്യ. മനസ്സിലായ ഉണ്ണിയപ്പല്ലേ മിസ്റ്റർ പെട്ടെന്ന് ചുട്ടെടുക്കാൻ. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. ആണ് എന്നുള്ള ഒരു തെളിവ് തന്നെയാണ്. ഞാൻ സ്ത്രീ എന്നുള്ള തെളിവ് തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള 4 മക്കളും ബെസ്റ്റ് ഫാമിലി. അവരോട് ഉടക്കാൻ കൊള്ളില്ല, അടുക്കാൻ ഒട്ടും കൊള്ളില്ല. തല്ലിപ്പൊളികളാ.